Hi everyone, welcome to Commerce World. Then next വരുന്ന കൺസെപ്റ്റ് ആണ് ടൈം സീരീസ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രൈസ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഈ ടൈമിനനുസരിച്ച് ഈ പ്രൈസസിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഫ്യൂച്ചർ പ്രൈസും അതേപോലെ തന്നെ അവരുടെ മൂവ്മെന്റ്സും അതേപോലെ തന്നെ ഈ ലോങ് ടേംസിൽ വരുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ ബേസിസിൽ എന്തൊക്കെ സർപ്രൈസിങ്സും കാര്യങ്ങളൊക്കെ വരുന്നേ എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഇതിൽ സ്റ്റഡി വന്നിട്ട് ഷോർട്ട് ടേമും ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലോങ് ടേമും ഫോക്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് മൂവ്മെന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ റാൻഡം വാക്ക് തിയറി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എലിറ്റ് തിയറിയും അതേപോലെ തന്നെ ഇന്നൊരു തിയറി പറഞ്ഞിട്ടായിരുന്നു. അതാണ് ഈ റാൻഡം വാക്ക് തിയറി, അതേപോലെ തന്നെ ഡൗ തിയറി എന്നുള്ള 3 തിയറി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരുന്ന തിയറീസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു തിയറിയാണ് ഈ 3 ഓക്കെ, ദെൻ ഈ ഷോർട്ട് ടേമും അതേപോലെ തന്നെ ഈ ലോങ് ടേം പ്രൈസ് മൂവ്മെന്റിനെ വെച്ചിട്ടാണ് ഈ തിയറി തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെന്റിൽ ആദ്യം വരുന്നതാണ് ഈ സീരിയൽ കോറിലേഷൻ എന്നുള്ളത്. ഓക്കെ, അതായത് കോറിലേഷൻ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ച് എന്ന് പറയുന്നത് -1 to +1 ആയിരിക്കും. അതിൽ തന്നെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ കോറിലേഷനിൽ പഠിച്ചതാണ്. അതാണ് ഈ സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിൽട്ടർ ടെസ്റ്റ് ആണ്. ഫിൽട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ക്രീനിങ് ആണ്. ഓക്കെ, സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രൈസിന്റെ ഇമ്പോർട്ടന്റും അതേപോലെ തന്നെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയതിനു ശേഷം ആ പ്രിൻസിപ്പിൾ വന്നിട്ട് ഒരു ഫിൽട്ടർ ലെവൽ ഫിക്സ് ചെയ്യും. അതെന്ന് പറയുന്നത് 0.5 മുതൽ 5 വരെ ആയിരിക്കും. അതിന്റെ ബേസിസിലാകും നമ്മളുടെ ഈ എക്സാമിനേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് റൺ ടെസ്റ്റ് എന്നുള്ളത്. ഈ റൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതായത് ക്യൂട്ടിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ സിലബസിൽ അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, റൺ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ദെൻ ഇത് പറയുന്നത് ഒരു സീരിയൽ കോറിലേഷന്റെ ബേസിൽ വരുന്നതാണ്, ബേസ്ഡ് ഓൺ കൗണ്ട് ഓഫ് നമ്പേഴ്സ്. അതായത് നമ്പേഴ്സിന്റെ കൗണ്ട്സിൽ വരുന്നതാണ്. അതേപോലെ തന്നെ പ്രൈസിന്റെ സീക്വൻസിൽ വരുന്ന ഇൻക്രീസും ആസ് വെൽ എസ് ഡിക്രീസിന്റെ ബേസിസിലാണ് നമ്മൾ ഈ റൺ ടെസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ കുറെ പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രത്തോളം പഠിച്ചിട്ടൊന്നും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഒരു ജസ്റ്റ് ഒരു 3 വരിയൊക്കെ ഇതിൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 2-3 പോയിന്റ്സ് മതിയാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് അതർ ടെസ്റ്റ്. ഇതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പറയുന്നതാണ് ലോങ് ടേം പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ലോങ് ടേം പ്രൈസ് മൂവ്മെന്റിലാണ് നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് ഈ ഷോർട്ട് ടേമിനെക്കാട്ടിലും കൂടുതൽ വരുന്നതാണ് എന്നാണ്. ഇതിൽ വന്നിട്ട് പോസിറ്റീവ് സീരിയൽ കോറിലേഷൻ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ പ്രൈസ് മൊമാൻറ്റം എന്നുകൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 5 ഇയേഴ്സ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. 5 ഇയേഴ്സ് റിട്ടേൺസിന്റെ ബേസിസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. 1931 ബേസിസ് ടു 1986 എന്നുള്ള ബേസിസിലൊക്കെ വന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് അത് വായിച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ക്രിട്ടിക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റേഷണാലിറ്റി എന്നുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഡോമിനേറ്റഡ് പ്രൊപ്പോസിഷൻ ആണ്. നമ്മുടെ ഫിനാൻസിംഗിൽ തന്നെ വരുന്ന ഒരു ഡോമിനേറ്റഡ് പ്രൊപ്പോസിഷൻ ആണെന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് EMH തിയറി എന്നുള്ള ഒരു തിയറി ഉണ്ട് നിങ്ങൾക്ക്. ഇത് ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ തിയറിയിലാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ റാൻഡം വാക്ക് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറിയിലും കൂടി യൂസ് ചെയ്യണതിനെയാണ് നമ്മൾ ഈ ക്രിട്ടിക് ഓഫ് ഇൻവെസ്റ്റർ റേഷണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ റേഷണാലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് നമ്മുടെ ആ തിയറീസിന്റെ ബേസിസിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ക്രിറ്റിസംസ് ഉണ്ട്. ഓക്കെ, ഇതിൽ വരുന്ന കുറെ ക്രിറ്റിസംസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് ഓഫൺ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ അസറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് കാറ്റഗറി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ട് എല്ലാ അസറ്റ്സും അതേപോലെ തന്നെ സെക്യൂരിറ്റീസിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വന്നിട്ട് ചില ഫോക്കസ് ഉണ്ടാകും. ആ ഫോക്കസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയാസിൽ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസസ് ഓഫ് ഷെയർസ് അസറ്റ്സിൽ മാത്രം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഒരു ക്രിറ്റിസം. പിന്നെ വരുന്നതാണ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എക്സാബിറ്റ് ലോസ് അവേഴ്സ് ബിഹേവിയർ. അതായത് ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഒരു ലോസ് അവേഴ്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് വന്നിട്ട് ദേ ജസ്റ്റ് ടു സെൽ വിന്നിംഗ് ഇൻവെസ്റ്റ്മെന്റ് വൈൽ ഹോൾഡിംഗ് ഓൺ ദയർ ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ് എ ബിഹേവിയർ ഇസ് നോൺ ആസ് ദ ഡിസ്പൊസിഷൻ എഫക്ട് എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് സെൽ ചെയ്യുക, വിൻ ചെയ്യുക, അതിന് ഹോൾഡ് ചെയ്യുക, അതിന് ലോസ് ചെയ്യുക എന്നുള്ള ഒരു ബിഹേവിയർ മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. അതിനെ നമ്മൾ ഡിസ്പോസിംഗ് എഫക്ട് എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഈ പ്രൈസ് മൂവ്മെന്റിന്റെ ബേസിസിലാണ്. ഇത് നമ്മുടെ ഒരു സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ അതേപോലെ തന്നെ വോള്യൂം ഓഫ് പ്രൈസ് മൂവ്മെന്റ് എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ലൈക്ലി ദെയർ വിന്നേഴ്സ് ദെൻ ദെയർ ലോസസ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമതാണ് ഇൻവെസ്റ്റേഴ്സ് യൂസ് പാസ്റ്റ് പെർഫോമൻസ് ആസ് എൻ ഇൻഡിക്കേറ്റർ
ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ് ഇൻ സ്റ്റോക്ക് പർച്ചേസ് ഡിസിഷൻ. അതായത് മിക്കവാറും എല്ലാ ഓർഗനൈസേഷനും പാസ്റ്റ് പെർഫോമൻസും ഫ്യൂച്ചർ പെർഫോമൻസും എന്നുള്ള ഒരു രീതിയിലോട്ട് നോക്കുന്നതാണ്. പക്ഷെ അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ജഡ്ജിങ് ടെൻഡൻസി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ട്രൈ ടു എഗ്രസീവ്ലി. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഓരോ ട്രേഡ്സും ഓവർ കോൺഫിഡൻസ് കൊണ്ട് അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോൺഫിഡന്റ് അല്ല, ഓവർ കോൺഫിഡന്റ് കൊണ്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വന്നിട്ട് അവർക്ക് അവരുടേതായിട്ട് ഒരു പ്ലേസ് വന്നിട്ട് ഇനഫ് ആയിട്ട് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ പാസ്റ്റിലുള്ള സക്സസ് വന്നിട്ട് നമ്മൾക്ക് ഇനി കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് ഓൺ സ്റ്റാറ്റ്യൂ ക്യൂ. അതായത് സ്റ്റാറ്റ്യൂ ക്യൂ ആയിട്ടുമാണ് ഇൻവെസ്റ്റേഴ്സ് ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്. അതായത് ഒരു ലിമിറ്റഡ് അറ്റൻഷനും അതേപോലെ തന്നെ ഒരു പ്രോസസിംഗ് പവർ മാത്രമാണ് അവർ ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഈ സ്റ്റാറ്റ്യൂ ക്യൂ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻസിനെയാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഓൾവേസ് ഫോം എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. അവർ വന്നിട്ട് ഒരു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ അല്ല ഫോം ചെയ്യണത്. സംടൈംസ് അവർ ഫോം ചെയ്യുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഫെയിൽ ആവാനുള്ള കുറെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് നോർമലി എല്ലാ ഭാഗവും നടക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കുറെ വയലേഷൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ ആ റിസ്ക് ഫ്രീ എന്ന് വരുന്നതിൽ തന്നെ ടു സെപ്പറേഷൻ ഫണ്ടിലോട്ടുള്ള ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ബിഹേവിയർ ഇസ് പാരലൽ ടു ഈച്ച് അതർ. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പാരലൽ ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ഫിനോമിനൻ ആയിട്ടാണ് പറയുന്നത്. കോൾഡ് ഹെർഡിങ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിന് പറയുമ്പോൾ ഒരു റേഷണൽ റെസ്പോൺസിനെയാണ് പറയുന്നത്. ന്യൂ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഏജൻസി പ്രോബ്ലം അതേപോലെ തന്നെ കൺഫോമിറ്റി ബയാസസിലൊക്കെ നമുക്ക് വരുന്നതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഹിസ്റ്റോറിക്കൽ ഹൈ ഓർ ലോ ട്രേഡിംഗ് സ്റ്റോക്ക്. അതായത് ഇതിന്റെ മുന്നിൽ ഹൈ ആണെങ്കിൽ ഇപ്പോഴും ഹൈ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ അതായത് പാസ്റ്റിൽ ലോ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണെങ്കിൽ ഇനിയും ലോ ആയിട്ടുള്ള റിട്ടേണേ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ബേസിസിൽ വന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് എത്രത്തോളം നമ്മളുടെ എഫക്ട് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് കണ്ടീഷൻസിനെയും ബിസിനസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മീഡിയവുമായിട്ട് ഇവർ ഏകദേശം ഒരു ഇൻഫ്ലുവൻസ് ഇവർക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാനുള്ള ഒരു ഇതിലാണ് അവർ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേർ ദേ ലീവ് ആൻഡ് വർക്ക്. അതായത് അവർ എവിടെയാണോ ലീവ് ചെയ്യണത്, എവിടെയാണോ വർക്ക് ചെയ്യണത്, അതിന്റെ ബേസിസിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് ആവണത്. അല്ലാതെ മറ്റുള്ള ഒരു രീതിയിലോട്ട് അവർ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്ന ക്രിറ്റിസംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്നുള്ളത്. അതായത് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഫിനാൻസിന് തന്നെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ 1950s വന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ട്രഡീഷണൽ ഫിനാൻസ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ആണ് ഇതിനെ കൊണ്ടുവന്നത് തന്നെ. ഇതിന്റെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫിനാൻസിങ് മോഡൽ തന്നെ പീപ്പിൾസിന്റെ ഉള്ളിൽ ഒരു റേഷണൽ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു ബേസിസിൽ കൊണ്ടുവന്നത് തന്നെയാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് ഈ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പീപ്പിൾസ് വന്നിട്ട് കുറെ തോളം ഒരു സഫർ ചെയ്തിട്ടുണ്ട് എമോഷണൽ ആയിട്ടുള്ള ഒരു ബയാസസ് കൊണ്ടും അതേപോലെ തന്നെ ഇറേഷണൽ മാനേഴ്സ് കൊണ്ടും കുറെ തോളം ഒരു സഫർ ചെയ്തിട്ടുണ്ട് ഈ ബിഹേവിയറൽ ഫിനാൻസ് കൊണ്ട് തന്നെ. ഓക്കെ, it studies the psychology of financial decision making. Most people know the emotions affect investment decision. People in the industry commonly talk about the role greed and fear play in the driving stock market എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ ഫിനാൻസ് എന്നതിലൂടെ പറയുന്നത്. ഒന്ന് വന്നിട്ട് ഇറേഷണൽ ബിഹേവിയറും പിന്നെ വന്നിട്ട് ഒരു ഡിസ്കൗണ്ടഡ് ആയിട്ട് ഒരു ക്യാഷ് ഫ്ലോ വരുന്ന ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ്, മൾട്ടിപ്പിൾ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഇക്വിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇതിന്റെ ബാലൻസ് കൺസെപ്റ്റും കാര്യങ്ങളും പ്രോബ്ലം അതേപോലെ തന്നെ മറ്റുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ തരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.